മറ്റന്നാൾ നടത്തേണ്ട മോക്ക് ഡ്രില്ലിൽ 5 കാര്യങ്ങളാണ് കേന്ദ്രം പ്രധാനമായും നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യോമാക്രമണം നേരിടുമ്പോൾ മുന്നറിയിപ്പ് നൽകാനായി എയർ റെയ്ഡ് സൈറൺ പ്രവർത്തിപ്പിക്കുന്ന പരിശീലനം, പുറത്തുനിന്നുള്ള ആക്രമണത്തെ ചെറുക്കാൻ സ്വയരക്ഷയ്ക്ക് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുക, പരിശീലനം നൽകുക, വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് ഇരുട്ടിലാക്കുകയോ ഫോൺ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിക്കുകയോ ചെയ്യുന്നത് തടയാനുള്ള പരിശീലനം, തന്ത്രപ്രധാന മേഖലകളും കെട്ടിടങ്ങളും ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ മറയ്ക്കാനുള്ള അഭ്യാസം, അവസാനമായി അടിയന്തര ഘട്ടത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾക്കുള്ള പരിശീലനം. അങ്ങനെ ഒരു യുദ്ധസമാന സാഹചര്യത്തെ നേരിടാൻ വേണ്ടതെല്ലാം. ഇതിനൊപ്പം 260 കോടി രൂപയുടെ മിസൈലുകളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത്. ശത്രുവിന്റെ പോർ വിമാനങ്ങളെ തകർക്കാൻ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈലായ ഈഗ്ല-S. കടലിനടിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഗ്രൗണ്ട് മൈനിന്റെ പരീക്ഷണം DRDOയും നാവികസേനയും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. സമുദ്രാതിർത്തി കാക്കാൻ വളരെയധികം പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളിലൊന്നാണ്. പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ അനധികൃതമായി അതിർത്തി കടന്ന പാകിസ്ഥാൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 26-കാരനായ ഇയാൾ മെയ് മാസം 3-ാം തീയതിയാണ് അതിർത്തി കടന്നത്. പോലീസും സുരക്ഷാ സേനയും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ബഗ്ലിഹർ അണക്കെട്ടിന് പുറമെ സലാൽ ഡാമിലെ ഷട്ടറുകളും കേന്ദ്ര ജലശക്തി മന്ത്രാലയം അടച്ചിട്ടുണ്ട്. ഇതിലൂടെ റിയാസിയിൽ നിന്നും പാകിസ്ഥാൻ അധീന ജമ്മു കാശ്മീരിലേക്കുള്ള ചെനാബ് നദിയുടെ ഒഴുക്ക് ക്രമാതീതമായി കുറച്ചു. അഗ്നൂരിലും ജലനിരപ്പ് താഴ്ന്നു. സൈന്യത്തിന്റെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് വെബ്സൈറ്റും മനോഹർ പരീക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് വെബ്സൈറ്റും പാക് ഹാക്കർമാർ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയെന്ന അവകാശം ഉന്നയിച്ചെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ അത് നിഷേധിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.